ഹായ് ഓൾ, ഇന്നപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മേക്കപ്പ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല, പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെയാണല്ലോ പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ എത്ര പൈസ നമുക്ക് ചിലവാകും ഒരു മേക്കപ്പ് ചെയ്യാനൊക്കെ. അപ്പം എനിക്കത് മാത്രമല്ല, ഒരുങ്ങി പോകാനൊക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ ബേസിക് സംഭവങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഐറ്റംസുകൾ വെച്ചിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പയ്യെ ഓരോന്ന് പഠിക്കാം. ഞാൻ കുറച്ച് ട്യൂട്ടോറിയലൊക്കെ കാണാറുണ്ട് കേട്ടോ, പക്ഷേ സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാണ്ടത് പഠിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നോ അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണിത്. സംഭവം ഇതാണ്, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എന്താക്കാം, ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ഒരു പ്രൈമർ വിത്ത് മോയ്സ്ചറൈസർ വരുന്ന ഒരു ക്രീമാണ് ഇടുന്നത് കേട്ടോ. സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ എൻ്റെ ഇരിക്കുന്ന ഫൗണ്ടേഷൻ ഇതാണ് കേട്ടോ, മാഴ്സിൻ്റെത്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡിന് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഇതുവരെയൊക്കെ ഏതൊക്കെ ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടോ എനിക്ക് ഇതുവരെ ഒരു പെർഫെക്റ്റ് എൻ്റെ കറക്റ്റ് ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി അതെനിക്ക് കറക്റ്റ് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കതെന്തോ ഇടുമ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല. ഈ ഒരു ഫൗണ്ടേഷൻ കുഴപ്പമില്ല, ഹൈ കവറേജ് ഫൗണ്ടേഷനാണ്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ഇരുളുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ആക്കില്ല. പക്ഷെ കുറേ ആൾക്കാർ ഇത് നല്ല റിവ്യൂസ് പറയുന്നുണ്ട്. മേ ബി ഷെയ്ഡ് നമ്മൾ കറക്റ്റ് എടുക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലവും ആവാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നില്ല. ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ എൻ്റെ കയ്യിലുണ്ട്. തൽക്കാലം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആയതിനു ശേഷം നമ്മൾ ബ്രഷൊക്കെ യൂസ് ആക്കുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ എല്ലാ ബ്രഷസുകളും ഉണ്ട്. ബട്ട് ഇതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം ബ്രഷ് യൂസ് ആക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് ബ്രഷിലേ പോവുള്ളൂ. അയ്യോ, ഈ ഡ്രസ്സിൻ്റെ കൈ നല്ല ടൈറ്റ്. റോങ് ഡ്രസ്സായിപ്പോയി ചൂസ് ചെയ്തത്. ഒരു കൺസീലർ, ഈ കൺസീലർ എനിക്ക് കറക്റ്റ് കിട്ടി കേട്ടോ. എനിക്കിതാ ഇവിടെ ഒരു മാർക്കുണ്ട്, അവിടെ ജസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ബ്ലാക്ക് കുറച്ചും കൂടി പിഗ്മെൻറ്റഡ് ആയ പോർഷൻസുകൾ ഏതെന്ന് തോന്നുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഫേസ് മുഴുവൻ ഇടേണ്ടി വരുമെന്ന്. പിന്നെ ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരണേ. മാഴ്സിൻ്റെ ഒരു സെറ്റിംഗ് പൗഡർ വെച്ച് സെറ്റാക്കാം. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെറ്റിംഗ് പൗഡർ ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ ഫേസ് മുഴുവൻ ഇടും. പക്ഷെ ഞാൻ കണ്ട ട്യൂട്ടോറിയലിലൊക്കെ ഉണ്ടല്ലോ, അവർ നമ്മൾ ഈ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലേ, അവിടെയാണ് കൂടുതൽ ഇടുക കേട്ടോ. എൻ്റെ കണ്ണ് കുഞ്ഞായിപ്പോയല്ലോ. ട്രസ്റ്റ് ദി പ്രോസസ്, അതാണല്ലോ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് മറന്നു പോകരുത്, വിട്ടു പോകരുത്. ഈ ഷാഡോ അയ്യോ പൊട്ടി പോട്ടെ. എനിക്ക് ഭയങ്കര കാര്യമായിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ. പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അങ്ങനെ തന്നെ കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകുന്നതോ ഒരു കുറച്ച് റെഡ്
റെഡ് സംഭവം അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണ് വരച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 അറ്റത്ത് മാത്രം ആദ്യം ഇടാം. എന്നിട്ട് അതിന് പറ്റിയിട്ടുള്ളൊരു ബ്രഷ് എടുക്കാം. ലൈക്ക് ദിസ്, ഇങ്ങനത്തെ. എന്നിട്ട് നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഞാനത് ട്രൈ ചെയ്ത് നോക്കട്ടെ. നോക്കൂ, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോ? ഞാൻ ഐലൈനർ അല്ല വരച്ചത്. ഇത് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളടുത്ത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ട്രസ്റ്റ് ദി പ്രോസസ്. കുറച്ച് ബ്ലഷ് ഇടാം. പിന്നെ ഈ ബ്ലഷ് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പൊങ്ങി വരുന്ന ഈ 2 ഭാഗത്തല്ല ഇടേണ്ടത്, ഇവിടോട്ടാണ് ഇടേണ്ടത്. ഓക്കെ, മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. അതൊരു ആർട്ടാണ്. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തിനാ ഇത്ര മേക്കപ്പ് ചെയ്യുന്നേ, ഇത് ഓവറല്ലേ, ഇത് അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നവർക്ക് എളുപ്പത്തിൽ പറയാം. പക്ഷേ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഹൈലൈറ്റർ എൻ്റെ കയ്യിൽ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇടുന്നത്. അത്ര നല്ലതല്ല കേട്ടോ, ഇൻസൈഡിൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഉപയോഗിച്ചിട്ട്. കാരണം നമ്മൾ നോസിൽ ഇടുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ നമുക്ക് ചീക്സിൽ ഇടുമ്പോഴത്തേനും അത് അത്ര കാണിക്കത്തില്ല. ചീക്സിൽ പൊതുവെ ഞാൻ ഇടാറില്ല ഈ ഹൈലൈറ്റർ. കാരണം ചീക്സിൽ നമ്മൾ ഈ ഒരു ഹൈലൈറ്റർ ഇടുമ്പോൾ കുറേ മിനുക്കം അവിടെ ഇവിടെ തെറിച്ച മാതിരിയേ ഇരിക്കുള്ളൂ. ആദ്യം തന്നെ ഒരു ലിപ്പ് ഓയിലോ ലിപ്പ് ബാമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക, എന്നിട്ട് അടിച്ചു കൊടുക്കുക. നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇടാതെയും നിങ്ങൾക്ക് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്താൽ നല്ല ഗ്ലോ കിട്ടും ഫേസിൽ. ഇങ്ങനെയുണ്ട് ഗൈസ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ ട്യൂട്ടോറിയൽ കണ്ടിരുന്ന് ചെയ്തത് വെറുതെ ആയില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ആരുമില്ല ചോദിക്കാൻ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജസ്റ്റ് കമൻസിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതും എനിക്ക് കമൻറ്റിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ ഏതിൻ്റെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലത് മേ ബി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടാവും ചില പ്രോഡക്ട്സുകൾ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ ബയോയിൽ ഇൻസ്റ്റയുടെ ലിങ്ക് ഉണ്ടാവും. അതിൽ കയറിയിട്ട് എൻ്റെ ഹൈലൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഡക്റ്റ് ലിങ്ക് എന്ന് പറയുന്ന ഹൈലൈറ്റ് ഉണ്ട്. അതിൻ്റെ അത് ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.